വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ആണ്. അതെ ഗൈസ്, നമ്മൾ ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഷോപ്പ് ചെയ്യാൻ പോണ സ്കൂൾ സാധനങ്ങളൊക്കെ നമുക്ക് വീട്ടിലേക്ക് ആയാലോ. ഫ്രണ്ട്സ്, നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിയാൽ മതി, കാരണം എനിക്ക് സ്കൂളിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ ഷോപ്പിലേക്ക് പോയാ വാ. ഗൈസ്, നമ്മളിവിടെ ഭയങ്കര ബ്ലോക്കിൽ കിടക്കാണ്. ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ ഗൈസ്. പിന്നെ നമ്മൾ പോണത് എവിടെയാന്ന് വെച്ചാൽ പെരുമ്പാവൂരാണ് നമ്മള് ഷോപ്പിങ്ങിന് വേണ്ടി പോണത് കേട്ടോ. കണ്ടോ ഗൈസ്, ഇവിടെ ഭയങ്കര ബ്ലോക്കാണ്, ഫുള്ള് ട്രാഫിക് ആണ് കേട്ടോ ഗൈസ്, നിറച്ച് വണ്ടികളാണ്. ഇതാണ് ഗൈസ് പെരുമ്പാവൂര്. ഇവിടെ നിറച്ചും ഭായിമാരാണ് ഗൈസ്, അങ്ങേ തിരക്കാണ് ഗൈസ്. ഗൈസ്, ഈ കാണുന്നതാണ് നമ്മുടെ പെരുമ്പാവൂര് ബസ് സ്റ്റാൻഡ് കേട്ടോ. വണ്ടികളൊക്കെ വരുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പൊ നമ്മള് കട എത്തിയിട്ടുണ്ട്, തിരക്കൊക്കെ ഉണ്ടെന്ന് നമുക്ക് തുടങ്ങാമോ. അതെ, വാട്സപ്പിൽ ഞാൻ മറ്റു ബുക്ക് പോലൊരു സാധനമാണ്. രണ്ടെണ്ണം എടുത്താലോ? കളർ ഓറഞ്ച് കളർ ഒന്നെടുത്തൊന്ന് ബോക്സ് നോക്കാണ്. ബോക്സ് കുറെ ഏതാ വേണ്ടത്? ബുക്ക് നോക്കാണ് വേണ്ടത്. ബുക്ക് എടുത്തിട്ടുണ്ട്. ഭയങ്കര ലോക്ക് എന്താട്ടോ. ലഞ്ച് ബോക്സ് വേണം. ലഞ്ച് ബോക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. റെയിൻകോട്ട് എടുക്കാണ്. ഇവിടെ വന്നപ്പോഴാണ് റെയിൻകോട്ടിന്റെ കാര്യം ഓർത്തത്. എനിക്ക് പർപ്പിൾ പർപ്പിൾ. ഫ്രണ്ട്സ്, നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളൂ. ഇനി സാധനങ്ങളൊക്കെ വാങ്ങാൻ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ കാണിക്കാൻ പറ്റുള്ളൂ. ഇനി ബാക്കി സാധനങ്ങളൊക്കെ വീട്ടിൽ ചെന്ന് കാണിച്ചു തരാം. പിന്നെ നമ്മുടെ യൂണിഫോം വാങ്ങാൻ പോവാം. ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം ബുക്ക്, ബാഗ്, പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി നെയിം സ്ലിപ്പ് അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഷോപ്പിലേക്ക് പോവാണ്. അതിന്റെ ഇടയ്ക്ക് യൂണിഫോം വാങ്ങിയായിരുന്നു കേട്ടോ. അത് കാണിച്ചു തരാം. വീട്ടിൽ ചെന്നിട്ട് എല്ലാം നമ്മൾ വിശദീകരിച്ച് കാണിച്ചു തരാം. ഇനി ഷോപ്പിൽ വെച്ച് നമ്മൾ എടുത്തപ്പോ കുറച്ച് സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം. പിന്നെ നമ്മൾ ഇനിയിപ്പോ നമ്മള് നെയിം സ്ലിപ്പ് പിന്നെ എന്താ ബുക്കൊക്കെ ചെറിയ ബുക്കൊക്കെ വാങ്ങാനുണ്ട്. അപ്പൊ നമുക്ക് പോയാലോ. ഇനി മാത്സിന്റെ നോട്ട്ബുക്ക്. ഞാൻ മിന്നൂന് വേണ്ടിയിട്ട് മാത്സിന്റെ നോട്ട്ബുക്ക് ഇവിടെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇതിനൊക്കെ ഒരു 2-3 ഷീറ്റ് എടുക്കുന്നുണ്ട്. ബാർബിയുടെ ഒരു ഇതൊക്കെ ഇത് നല്ല ഭംഗിയുണ്ട്. ഫ്ലവറിന്റെ ആണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത്. പിന്നെ അതെടുത്തോ. ഇതിൻ്റെ അകത്ത് കുറേ ഉണ്ട് കേട്ടോ. ഇത് ഒരുപോലത്തെ ആണോ? ഇത് 3D ടൈപ്പാണ് ഗൈസ്. ഇത് കാണാൻ പറ്റും. ഇങ്ങനെ കാട്ടുമ്പോൾ കുറെ ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കണം ഇതിന്ന് എടുക്കാം, ഇതിന്ന് എടുക്കാം. ടൈപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇങ്ങനെ കാട്ടുമ്പോൾ ഒരു ഗിൽറ്റ് അവിടെ ഇവിടെ കാണുന്നുണ്ട്. എനിക്ക് ഇതും ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇതും നമുക്ക് രണ്ടെണ്ണം വെച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി 2 ഷീറ്റ് എടുത്തു. ഇനി നമുക്ക് നോട്ട്ബുക്ക് നോക്കണം മാത്സിന്റെ. ഞാൻ ഇതാണ് കേട്ടോ. ഇത് സെയിം തന്നെ. എനിക്ക് ഫ്ലവർ കുറച്ച് ഇതായതുകൊണ്ട് ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു മിക്കി മൗസിന്റെ പിന്നെ ബാർബിയുടെ ആണ്. ഞാൻ രണ്ടും ഒരുപോലെ. നമുക്ക് മുന്നേ നോട്ട്ബുക്ക് നോക്കാം. ഇവിടെ ഇത് വലിയത് വേണോ അത് ചെറുത് മതിയോ? അത് അങ്ങനെയൊന്നുമില്ല. ഇതെടുത്താലോ? ഇത് മതിയോ? ഇതെടുക്കാം. എല്ലാം ഷോപ്പ് ചെയ്തിട്ടുണ്ട്. പോയടാ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങളെല്ലാം വാങ്ങി കഴിഞ്ഞു. ഇനി
വിശന്നിട്ട് നമ്മള് അവൽ മിൽക്കാണ് കുടിക്കുന്നത്. അപ്പൊ ക്ഷീണിച്ച് അവശതയായിട്ട് വന്നിട്ട് നല്ല തണുത്ത അവൽ മിൽക്കും സ്കൂളിൽ കുടിക്കുമ്പോൾ നല്ല രസമുണ്ടോ. ഇത് പോണ ഒഴിക്കാണ് നമ്മൾ നേരെ കുടിക്കണേ. സന്ധ്യ ആയിട്ടുണ്ട്, പിന്നെ മഴക്കാരൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ ഗായ്സ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കര തിരക്കായിരുന്നു കടയിൽ. ഒന്നാമത് വൈകി കുറെ നേരം എടുത്തു. നമ്മള് 2 മണിക്ക് പോയിട്ട് 5-5:30 ഇപ്പോഴാണ് ഗൈസ് തിരിച്ചൊന്ന് വയ്യാണ്ടായി ഗൈസ്. അപ്പൊ ഗൈസ് നമ്മുടെ ഷോപ്പിംഗ് ഫുള്ളും കഴിഞ്ഞു. ഞങ്ങക്ക് ഒരു കാര്യം പറയാനുണ്ട് ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആരും സ്കൂൾ ഓർക്കണതിന്റെ തലേ ദിവസം ഷോപ്പിംഗ് അപേക്ഷയാണ്. ഭയങ്കര തിരക്കാണ്. കാരണം തലേ ദിവസമാണെന്നാണ് എല്ലാരും പറയണത്. ആരും തലേ ദിവസം പോവാതിരിക്കാതെ മാക്സിമം നിങ്ങൾക്ക് നേരത്തെ തന്നെ പോയി ഷോപ്പ് ചെയ്യുകയാണെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. അതെ ഗൈസ്, ഇന്ന് ഞങ്ങൾ എത്ര നേരം കഴിഞ്ഞിട്ടോ വീട്ടിലെത്തിയത്. ഇപ്പൊ കൊറേ നേരമായി. അപ്പൊ നമുക്ക് ഇനി ഓരോ സാധനങ്ങളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ബോക്സ് ലഞ്ച് ബോക്സ് ആണ്. ഇത് മിന്നുണ്ടിയാണോ? അല്ലല്ലോ, ഇതല്ലേ ഫ്രണ്ട്സ്. അപ്പൊ ഇതാ ലഞ്ച് ബോക്സ്. ഇതാണ് ലഞ്ച് ബോക്സ്. എന്റെ ഇതാണ് ഗൈസ്. അപ്പൊ ആദ്യം ഞാൻ തുറന്നിട്ടേ. അപ്പൊ ഫ്രണ്ട്സ് ഇതുപോലെ തുറന്നാൽ നമുക്ക് ഇതുപോലെയാണ്. അപ്പൊ ഇങ്ങനെ കുത്തി കഴിക്കാൻ ഒരു സ്പൂണുണ്ട്. പിന്നെ ഇതിന്റെ ബാക്കിൽ തന്നെ ഒരു ഫോർക്ക് പോലത്തെ സാധനം. ഇവിടെയാണെങ്കിൽ നമുക്ക് കറികളും കാര്യങ്ങളൊക്കെ വെക്കാം കേട്ടോ. എന്റേതാ ഇതുപോലെയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ അത്യാവശ്യം ചോറൊക്കെ വെക്കാൻ പറ്റും, കറി വെക്കാനുള്ളൊരു ഇതുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് അടപ്പും ഇതാണ് കേട്ടോ. ഇത് നല്ല രസമാണ്, നല്ല ലൈറ്റ് ബ്ലൂ കളറാണ്. ഇത് പർപ്പിൾ അല്ലേ ഒരു ഇതാണ് കേട്ടോ. നമുക്ക് അടുത്തയിലേക്ക് പോവാം. അടുത്തത് നമുക്ക് പിന്നെ ഫ്രണ്ട്സ് മെയിൻ ആയിട്ട് വേണ്ട സാധനമാണ് ബാഗ്. ഇത് വലിയ കഥയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഗായ്സ്. ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ബാഗ് വാങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു, കാരണം എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയായിരുന്നു. അപ്പൊ അതിന് പകരം ഞാൻ ബോക്സ് കാണിച്ചു തരാം. ഇതാണ് ഗായ്സ് ബാഗ്. ബോക്സ് 5-6 അറകൾ ഉണ്ട്. അപ്പൊ ഇത് അടിപൊളിയാണ് ബോക്സ്. അപ്പൊ ഇനി അടുത്തതായിട്ട് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എന്റെ ബോക്സ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് എന്റെ ബോക്സ്. യൂണിക്കോണിന്റെ അല്ലേ? യൂണിക്കോണിന്റെ ബോക്സ് ആണ്. ഇത് തുറന്നു കാണിക്കാണെങ്കിൽ കാണിച്ചു തരാം. ഇവിടെ ഒരു 1 2 3 4 5 ഇതുണ്ട്. എന്ന് പറയാ ഇത് കണ്ടോ, നമുക്കിവിടെ ഷാർപ്നർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെ ഷാർപ്നർ നമുക്കിങ്ങനെ തുറന്നാണെങ്കിൽ ഇതിൽ കൂടെ ഷാർപ്പ് ചെയ്തിട്ട് ഇതിനകത്ത് തന്നെ ആ ഒരു ഷാർപ്പ് ചെയ്യേണ്ടതിന്റെ ഇത് ഉണ്ടാവും, വേസ്റ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മള് ഇതിങ്ങനെ തുറക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങളെല്ലാം പുറത്തേക്ക് കളയാം. പിന്നീട് എന്ന് പറയുകയാണെങ്കിൽ ഇത് തുറക്കുക. ഇവിടെ 2 സൈഡിലും ഇതുണ്ട്. പിന്നെ ഈ സ്വിച്ച് ഉണ്ടോ, ഇവിടെ പെൻസിൽ വെക്കാനുള്ള സാധനമാണ്. ഇതിൻ്റെ അകത്ത് ഞെക്കുമ്പോൾ ഇത് പൊന്തി വരും കേട്ടോ. കണ്ടോ, ഇതൊക്കെയാണ് ഗൈസ്. പിന്നെ ഇത് താത്തി വെക്കാം. പിന്നെ ഗൈസ് ഇത് മറ്റേ ബുക്ക് പൊതിയണ പേപ്പറാണ് കേട്ടോ അടുത്തതായിട്ട് വരുന്നത്. ഇതിപ്പോ ഒന്നെടുത്ത് ഒന്ന് ഫ്രീ ആയതുകൊണ്ട് തന്നെ ഒരെണ്ണം കുടിക്കും. 2 4 നമ്മൾ ഇതാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് കാണിച്ചോളൂ. റെയിൻകോട്ട് ഗൈസ്. റെയിൻകോട്ടാണ് ഗൈസ്. ഇത് ഞങ്ങള് ശരിക്കും വിചാരിച്ചിട്ടല്ല പോയി വാങ്ങിയത്. അവിടെ ചെന്നപ്പോഴാണ് റെയിൻകോട്ടിന്റെ ഒരു പോകുന്നില്ലേ. അപ്പൊ ഗൈസ് അതന്നെ ഞാൻ പിങ്ക് ആണ് എടുത്തത്. ഞാൻ പർപ്പിൾ. എനിക്ക് കുറച്ച് ഇത് പർപ്പിളിനോടാണ്. എനിക്ക് പിങ്കും പർപ്പിൾ ഇഷ്ടമാണ്. അപ്പൊ എന്റെ സൈസിൽ എനിക്ക് പിങ്ക് ആണ് കിട്ടിയത്. എന്റെ സൈസിൽ എനിക്ക് പർപ്പിൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ നെയിം സ്ലിപ്പ് കിട്ടണം. നെയിം സ്ലിപ്പ് ബുക്കിന്റെ കാര്യം പറയാനുണ്ട്. കൊറേ ബുക്സ് ഉണ്ട്. ഇത് നെയിം സ്ലിപ്പാണ് കേട്ടോ. എന്റെ ഒരു നെയിം സ്ലിപ്പാണ്. ഞാൻ 2 ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. അത് വേറെ വേറെയാണ്. ഒന്ന് ബാർബിയുടെ ആണ് കേട്ടോ. ഇതാണ് നമ്മൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോ ഇതിന്റെ അകത്ത് തിളങ്ങുന്ന ഒരു ടൈപ്പ് ഇതാണ്. പിന്നെ ഇത് മിക്കി മൗസ്. ഓക്കെ ഗൈസ്, ഇനി അടുത്തായിട്ട് ബുക്കാണ്. ബുക്ക് ഇഷ്ടം പോലെ ബുക്കാണ് ഗൈസ്. ഇഷ്ടം പോലെ ഉണ്ട്. ഇത് പ്ലെയിൻ ബുക്ക് ആയിട്ടാണ്. ഇത് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടിയതാണ്. ഇവിടെ അവിടെ ആണെങ്കിൽ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഇത് ഫുള്ള് എടുക്കുകയാണെങ്കിൽ ഫ്രീ ഉണ്ട്. ഫ്രീ ഉണ്ട്. ഒരു കെട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ ഒരു കെട്ട് ഫ്രീ ആയിട്ട് തരും കേട്ടോ. ഇതൊക്കെ നോട്ട്ബുക്സ് ആണ്. ഇത് കുറേ നോട്ട്ബുക്സ്. നമുക്കൊന്നും ഇത്രയും ആവശ്യമില്ലായിരുന്നു. അതിപ്പോ ഓഫർ കണ്ടേ പിന്നെ ഞങ്ങൾക്കൊരു എന്താ പറയാ ഒത്തിരി ഇട്ടു. നമുക്ക് ഇതിന്റെ 10 ബുക്കിന്റെ വില മാത്രം കൊടുത്താൽ മതിയായിരുന്നു. ബാക്കിയെല്ലാം നമുക്ക് ഇതിന്റെ കൂടെ ഫ്രീ ആയിട്ട് ഇഷ്ടംപോലെ ബുക്സ് ഇട്ടാ. ബുക്സ് കഴിഞ്ഞില്ലേ? പിന്നീട് എനിക്ക് മാത്സിന്റെ ഒരു ബുക്ക് വേണമായിരുന്നു. അത് ഞങ്ങള് വേറെ ഷോപ്പിൽ പോയിട്ടാണ് വാങ്ങിയത്. അതുപോലെ നെയിം സ്ലിപ്പും അതെ കേട്ടോ ഗൈസ്. വേറെ ഷോപ്പിൽ നിന്നാണ്. അത് അവിടെ തീർന്നു പോയായിരുന്നു. പിന്നെ ഇത്രയും സാധനങ്ങള് കഴിഞ്ഞു. ഇതെന്താന്ന് വെച്ചാൽ വേറൊന്നല്ല,
റെയിൻകോട്ട് ചുമ്മുന്നിട്ടതാണ് ഗായ്സ്. അതെ ഗൈസ്, മേടിച്ച റെയിൻകോട്ട് തന്നെയാണ്, വെറുതെ നട്ടതാണ്. കാണാൻ പ്രേതങ്ങളുടെ കൂട്ടുണ്ട് ഗായ്സ്. രാത്രി ഇങ്ങനെ ഇങ്ങനെ കാണിച്ച ആരായാലും. അപ്പൊ ഗൈസ്, ഇതോടുകൂടി ഞങ്ങൾ വൈദ്യം വിചാരിച്ചു. അപ്പൊ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.